റമദാൻ സ്പെഷ്യലായിട്ട് അടുത്തത് തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. നമ്മൾ ഓൾറെഡി നെയ്യിട്ട് ഇത്തിരി സേമിയ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ചെയ്ത് വെച്ചാൽ കേട്ടോ, നെയ്യിൽ ഇത്തിരി സേമിയ റോസ്റ്റ് ചെയ്താണ് കാണുന്നത്. ഇത്തിരി അതിലേക്ക് റോസ്റ്റ് ചെയ്താണ്. ഇത്തിരി വെള്ളം ഒഴിക്കാം. ഇത്തിരി ഒഴിച്ചാൽ മതി. എന്തിനാ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേമിയ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാനാണ്. ചിലപ്പോൾ നമ്മൾ പാലിൻ്റെ ഒപ്പം ഇതാക്കുമ്പോൾ പിന്നെ അതുപോലെ റവയൊക്കെ ഇട്ട് വേവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം പാല് വറ്റിപ്പോവും. അപ്പോൾ സേമിയ ഓൾറെഡി ഇത്തിരി വെന്തിട്ട് നമ്മൾ റവ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സെറ്റായി കിട്ടും. ഇത് ജസ്റ്റ് വേവട്ടെ. സിമ്മിലിട്ട് വെച്ചിട്ട് തീ കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണുണ്ടോ, അല്ലെങ്കിൽ ഇത് വെള്ളം വറ്റി ഇതാവും. ഇത്തിരി കൂടി വേവ് വേണം. ഈ അടുപ്പിന് തീ കൂടുതലായതുകൊണ്ടാണ് പെട്ടെന്ന് വെള്ളം വറ്റിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതാക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. സേമിയ ഒന്നും കൂടി ഒരു 5 മിനിറ്റ് വേണ്ട, കുറച്ചുകൂടി ഇരുന്നാലും ഇരുന്നോട്ടെ. സേമിയ ഒരുവിധമായിട്ടുണ്ട്. എനിക്ക് ഇതിന് 2 ടീസ്പൂൺ റവയാണ് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നെയ്യിൽ. ഈ 2 ടീസ്പൂൺ റവ എന്തിനാന്ന് വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ കുറച്ചെടുത്തിട്ട്, അതായത് 4 ഗ്ലാസ് അല്ലെങ്കിൽ 3 ഗ്ലാസ് തരിക്കഞ്ഞി. കാരണം നോമ്പാണല്ലോ, അപ്പോൾ ഓവറായിട്ട് നമ്മൾ കുറേ ഉണ്ടാക്കി ബാലൻസ് വരുത്തണ്ടെന്ന് വെച്ചിട്ടാണ്. ഒരു 4-2 ഗ്ലാസ് തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുള്ളൂ. ഇതിൽ സേമിയ സ്പെഷ്യലാണ് കേട്ടോ അത്. സാധാരണ തരിക്കഞ്ഞി എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ, ചിലർ പശുമ്പാലിൽ നമ്മുടെ തരി, അതായത് റവ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടാക്കാം. ഇത് സേമിയ സ്പെഷ്യലാണ്. നമുക്ക് ഇത്തിരി പാൽ ഒഴിക്കാം. നമ്മൾ വയ്ക്കുന്നത് പാലിൻ്റെ കട്ടയാണല്ലോ വീണേന്നുള്ളത്. ഇത് ഓൾറെഡി ഫ്രീസറിൽ വെച്ച പാലായതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് അലിയട്ടെ. ആവശ്യത്തിന് പഞ്ചസാര. മധുരമൊന്നും നമുക്ക് നോമ്പായതുകൊണ്ട് നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കൂടണ്ട, കുറഞ്ഞാലും നമുക്ക് ആ ടൈമിൽ സെറ്റ് ആക്കാമല്ലോ. ഇത് നന്നായി ഇട്ട് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത്തിരി ഏലക്കാപ്പൊടി മിക്സ് ചെയ്യാം. മൂടി വയ്ക്കാം കേട്ടോ. അടുത്ത് നമുക്കിത് കാച്ചി ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മളിതിൽ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഒഴിക്കില്ലേ, അതാണ്. അപ്പോൾ ഉള്ളിയാണ് നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത്. ഉള്ളി അത്യാവശ്യം എടുത്തിട്ടുണ്ട്, എന്നാൽ കൂടുതൽ വേണ്ട. പിന്നെ കിസ്മിസ് നമുക്ക് ഇവിടെ അധികം ആർക്കും ഇഷ്ടമല്ല, അതുപോലെ പായസത്തിലും ഇതിലും കുറേ ആഡ് ചെയ്യുന്നത്. പിന്നെ കാഷ്യൂ അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് പിസ്ത എടുത്തിട്ടുണ്ട്. പിസ്തയും ബദാമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ, നട്ട്സ് അല്ലേ. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ ഇതാക്കിയിട്ട് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്ര അധികം ഐറ്റംസ് എടുത്തിരിക്കണം.
ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നന്നായി ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കുറുകി വരണം. ഒരുവിധമായിട്ടുണ്ട്. നമുക്കിനി കാച്ചി ഒഴിക്കാം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അടുത്ത് തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. അടുത്ത് കാച്ചാനുള്ളത് നോക്കാം. കാച്ചുന്ന വീഡിയോ കാണിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ പറയുന്ന പോലെ തന്നെ നെയ്യിൽ ഇത്തിരി ഉള്ളി, കിസ്മിസ്, കാഷ്യൂ, പിന്നെ പിസ്ത അതൊക്കെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ പായസത്തിൽ ചെയ്യുന്ന പോലെ തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട്, അതായത് ഇപ്പോൾ അടുത്തതായിട്ട് ഇതുപോലെ വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല. നമ്മളിത് കാച്ചി സെറ്റാക്കിയിട്ടുണ്ട്. നെയ്യിൽ കാച്ചാണെങ്കിൽ റോസ്റ്റ് ചെയ്യുന്ന കുറേ നെയ്യിൽ ഇതിൽ ഒഴിക്കണം. ഒരുവിധം കുറുകി നല്ല കറക്റ്റ് അളവിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സേമിയ സ്പെഷ്യൽ തരിക്കാച്ചി റെസിപ്പി. ഓക്കെ, ഫിനിഷ്.